അതെ, അങ്ങനെ കൊണ്ടൽ കണ്ടു. സോഫിയ പോൾ നിർമ്മിച്ച് അജിത് മാമ്പള്ളി ഡയറക്റ്റ് ചെയ്ത് ആന്റണി വർഗീസ് പെപ്പെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന പടമാണ് കൊണ്ടൽ. കൊണ്ടലിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു കാറ്റാണ്, കടൽ കാറ്റ്. പടത്തെക്കുറിച്ച് ഒറ്റ വാക്കി പറയുവാണെങ്കിൽ ഒരു ആവറേജ് ആക്ഷൻ പടമാണ്. പിന്നെ സ്പെഷ്യലി എടുത്തു പറയാനുള്ളത് പെപ്പയുടെ ഹാർഡ് വർക്ക്. നന്നായിട്ട് പണിയെടുത്തുകൊണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. പെപ്പെ മാത്രമല്ല, ആ ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും, ആ ആക്ഷൻ സീക്വൻസസ് എല്ലാം അടിപൊളിയായിരുന്നു. ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. ടെക്നിക്കൽ ടീമിന് ഹാറ്റ്സ് ഓഫ്. പടം ഫുള്ള് കടലിനകത്താണ്. അപ്പം കുറേ ഡിഫിക്കൽട്ടീസ് വരാം ഷൂട്ട് ചെയ്യാനൊക്കെ. അപ്പം നമുക്ക് മനസ്സിലാവും ഈ ക്രൂ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷെ പടത്തിന്റെ സ്റ്റോറി ലൈൻ ചെറുതായിട്ടൊന്ന് വീക്കാണ്. രാജ്വി ഷെട്ടി, ഷബീർ കല്ലറയ്ക്കൽ, ഉഷയുടെ ആക്ടിങ് മികച്ച ആക്ടിങ് ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് എന്തോ നെഗറ്റീവ് റോളാണ്, പക്ഷെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നടി ഗൗതമി നായർ കുറെ നാളുകൾക്ക് ശേഷം ഒരു പടത്തിൽ ഞാൻ കണ്ടു, പക്ഷെ അവൾക്ക് ഡയലോഗ് പോലും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. പിന്നെ നമ്മുടെ രാജ്വി ഷെട്ടി ആന്റണി പെപ്പയുടെ ബ്രദറായിട്ടാണ് കാണിക്കുന്നത്. കുറെ ലിങ്ക്സ് മിസ്സിംഗ് ആണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഒരു നല്ല വേവിൽ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ആ ലിങ്ക് അവിടെ മുറിച്ചിട്ട് വേറൊരു ലിങ്ക് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. ഈ പടം കണ്ടതിന് ശേഷം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവർ മീൻ പിടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ 1 മാസം, 10 ദിവസം, 15 ദിവസം കഴിഞ്ഞാണ് ഇവർ തിരിച്ചു വരുന്നത്. പക്ഷേ ഇവരുടെ എഫേർട്ടും ഇവരുടെ റൂട്ടീനും എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് ടെക്നിക്കലി എല്ലാം കാണിച്ചിട്ടുണ്ട് ഈ പടത്തിനകത്ത്. പിന്നെ കൊടുങ്കാറ്റൊക്കെ ആയിട്ട് ബോട്ടിന്റെ VFX ഒക്കെ കാണിച്ചേക്കുന്നത് ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവും VFX ആണ്. അപ്പോൾ എന്തായാലും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. വെറും ബോറ് പടം എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ടെക്നിക്കലി സൗണ്ട് മൂവിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ.